അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ യേശുദേവൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ദിനാശംസകൾ. അപ്പോൾ നിങ്ങളുടെ ആഘോഷങ്ങളിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കൾ, എല്ലാം അല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ നമ്മൾ എടുത്തു പറയാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇപ്പോഴിടുന്ന ഈ വീഡിയോസ് എല്ലാം. അപ്പം നമ്മുടെ ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഉടനെ 2 ദിവസത്തിനകം ഇട്ട് തുടങ്ങണം. എല്ലാവരും ഇപ്പോൾ ഒരു വെക്കേഷൻ മൂഡിലായതുകൊണ്ടും നിങ്ങൾക്ക് വീഡിയോ കാണാനുള്ള താല്പര്യം ഇപ്പം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. എന്നാലും ഈ ഇടുന്ന നുറുങ്ങുകൾ നിങ്ങളൊന്ന് നോക്കുക, ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നിവിടെ പറയുന്നത് നമ്മൾ ദൈവികമായ ചടങ്ങുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന വൈൻ, അതായത് വീഞ്ഞിനെ കുറിച്ചാണ്. വീഞ്ഞിൻ്റെ ഉൽപ്പത്തിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില കാര്യങ്ങളുമാണ്. ചില ചെറിയ കാര്യങ്ങൾ, കേട്ടറിവുള്ളതും വായിച്ചറിവുള്ളതും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലിടുന്നത്. അപ്പോൾ ലതാ സജ്ജി വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങൾ നമ്മൾ വെക്കേഷനിലാണ്, ക്ലാസ്സിലാണെങ്കിൽ പോലും ഇടയ്ക്ക് വീഡിയോയും കൂടെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ലോകർ വീഞ്ഞ് ഉപയോഗിച്ചു അല്ലെങ്കിൽ വീഞ്ഞ് കുടിച്ചു തുടങ്ങിയത് എന്നാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പം എല്ലാ വീടുകളിൽ തന്നെയും മുന്തിരി വൈൻ അതായത് വീഞ്ഞ് എന്ന് പറഞ്ഞ വൈൻ വീടുകളിൽ തന്നെ ഇപ്പോൾ ഉണ്ടാക്കാറുണ്ട്. അത് നല്ല രീതിയിൽ വീഞ്ഞ് തയ്യാറാക്കാൻ അറിയാവുന്നവർ ചെയ്തെങ്കിൽ മാത്രമേ അതിന് നല്ല ഫലം കിട്ടുള്ളൂ. അപ്പം മുന്തിരി കൃഷിയുള്ളവർക്കും ഒക്കെ ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഈ വൈനിൻ്റെ ഉൽപ്പാദനം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ മനുഷ്യർ വീഞ്ഞു കുടിച്ചു തുടങ്ങിയിരുന്നു എന്നാണ് കരുതുന്നത്. കാസ്പിയൻ കടലിന് സമീപം താമസം ഉറപ്പിച്ചിരുന്ന പേർഷ്യൻ കർഷകരായിരുന്നിരിക്കണം ആദ്യമായി വീഞ്ഞുണ്ടാക്കി. അതായത് കർഷകരാകുമ്പോൾ അവർക്ക് അവരുടെ കൃഷി സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് മുന്തിരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ്. അപ്പോൾ കർഷകരാണ് ഈ ഒരു പാനീയം ആദ്യമായി ഉണ്ടാക്കാൻ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. ക്രിസ്തുവിനും 3009 വർഷം മുമ്പ് ഈജിപ്തുകാർ വീഞ്ഞുണ്ടാക്കിയതായി പറയുന്നു. ശവകുടീരങ്ങളുടെയും പിരമിഡുകളുടെയും ഭിത്തികളിൽ ചില ചിത്രങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിൽ ഈജിപ്തുകാർ വീഞ്ഞു കുടിക്കുന്ന ചിത്രങ്ങളും ഉണ്ടായിരുന്നു അത്രേ. അപ്പം ഈജിപ്തുകാരുടെ നമ്മുടെ അതായത് പിന്നെന്താ പറയുക, സംസ്കാരങ്ങളൊക്കെ പുതിയ പുതിയ സംസ്കാരങ്ങളൊക്കെ ആരംഭിക്കുന്നത് അവിടെ നിന്നൊക്കെയാണല്ലോ, പരിഷ്കാരങ്ങൾ. അപ്പോൾ അവിടുന്ന് അന്ന് തന്നെ ആ കാലത്ത് തന്നെ ഈ വീഞ്ഞിൻ്റെ ഉപയോഗം കണ്ടെത്തിയിരുന്നു ചില ചിത്രങ്ങളിലൂടെ. പിന്നീട് പറയപ്പെടുന്നത് ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും ഒക്കെ നിത്യജീവിതത്തിൽ അവർ ഈ വീഞ്ഞ് ഉപയോഗിച്ചിരുന്നു എന്നാണ്. അവർക്ക് ചില മദ്യ ദേവതകൾ പോലും, അതായത് ഭഗവാന്മാർ, ഈശ്വരന്മാർ പോലും ഉണ്ടായിരുന്നു അത്രേ. ഗ്രീക്കുകാർക്ക് ഡയനീഷ്യസും റോമാക്കാർക്ക് ബാക്കസും, ഇത് രണ്ടും അവരുടെ മദ്യ ദേവതകളായിരുന്നു. ഗ്രീക്കുകാരുടേത് ഡയനീഷ്യസും റോമാക്കാരുടേത് ബാക്കസും. അപ്പം അങ്ങനെ വീഞ്ഞ് മധ്യേഷ്യയിലേക്ക് കുടിയേറിയതായും പറയപ്പെടുന്നുണ്ട്. വിശ്വജേതാവായ അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ സൈന്യങ്ങളോടൊപ്പം മുന്തിരിച്ചെടികളും മുന്തിരിപ്പഴങ്ങളും നിന്നും വീഞ്ഞ് ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയും സംഭരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആക്രമണങ്ങൾ നടത്തിയത്. ഓരോ സ്ഥലത്തും അലക്സാണ്ടർ ചക്രവർത്തി ആക്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ആക്രമിച്ച് കീഴടക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ അദ്ദേഹം ഓരോ വിദ്യകളും കരസ്ഥമാക്കി. അപ്പോൾ എങ്ങനെയാണ് ഈ വീഞ്ഞ് മുന്തിരിപ്പഴങ്ങളിൽ നിന്നും മുന്തിരിച്ചെടികളിൽ നിന്നുമൊക്കെ വീഞ്ഞ് എങ്ങനെ ഉണ്ടാക്കാമെന്ന സാങ്കേതിക വിദ്യയും സംഭരിച്ചുകൊണ്ടാണ് ആക്രമണങ്ങൾ അദ്ദേഹം നടത്തിയത്. ജനങ്ങൾക്ക് ജീവനും സ്വത്തും നഷ്ടപ്പെട്ടാൽ എന്ത്, വീഞ്ഞു കുടിക്കാനായല്ലോ എന്ന് ഗ്രീക്കുകാർ വിചാരിച്ചു കാണും അല്ലേ. എന്തായാലും അങ്ങനെ ഈ മുന്തിരിച്ചെടികളിൽ നിന്നുണ്ടാക്കുന്ന വീഞ്ഞും തെക്കൻ ഫ്രാൻസിലേക്കും റോമൻ ആക്രമണകാരികൾ വടക്കൻ ഫ്രാൻസിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ വീഞ്ഞ് എല്ലാ സ്ഥലത്തും എത്തപ്പെട്ടു. അങ്ങനെ മതപരമായ എല്ലാ ചടങ്ങുകൾക്കും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഈ വീഞ്ഞ് ഒരു വിശിഷ്ട വസ്തുവായി തന്നെ ഉപയോഗിച്ചു തുടങ്ങി. ശുദ്ധജലത്തിന് ക്ഷാമം ഉണ്ടാകുമ്പോൾ പകരം വീഞ്ഞുപയോഗിക്കുന്നത് സുരക്ഷിതവും ആരോഗ്യവുമായി പോന്നിരുന്നു. കാര്യം വീഞ്ഞിൽ നമ്മൾ മറ്റ് എന്താ പറയുക വിഷകരമായ അല്ലെങ്കിൽ രാസവസ്തുക്കളൊന്നും അന്ന് കാലത്ത് ചേർത്തിരുന്നില്ല. അതുകൊണ്ട് കുടിവെള്ളത്തിൻ്റെ ലഭ്യത കുറയുമ്പോൾ പോലും വീഞ്ഞ് സുലഭമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് തന്നെ ഇവരൊക്കെ കരുതിയിരുന്നു. പിന്നെ
മുന്തിരിപ്പഴങ്ങളുടെ സത്ത് വാറ്റിയെടുത്താണ് ഈ വീഞ്ഞുണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രകൃതിദത്തമായി പഞ്ചസാര അടങ്ങിയിട്ടുള്ള പഴങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും, അതായത് ഈ മുന്തിരിപ്പഴം കൂടാതെ തന്നെ പഞ്ചസാരയുടെ കണ്ടൻ്റുള്ള, അതായത് മധുരമുള്ള എല്ലാ പഴങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും വീഞ്ഞുണ്ടാക്കാൻ കഴിയുമെന്ന് കണ്ടെത്തി. നമ്മൾ സാധാരണ വീഞ്ഞുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന